My dear students, our 13th online class, the mathematics class, is the second chapter, when lines join. When lines join, our second chapter. Teacher at first shows us the picture of Qutb Minar and the Tower of Pisa in Italy. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ടീച്ചർ കുത്തബ് മിനാറും അതേപോലെ തന്നെ പിസായിലെ ചെരിഞ്ഞ ഗോപുരവും നമുക്ക് കാണിച്ചു. ദെൻ ടീച്ചർ ഷോസ് സോ മെനി പിക്ചേഴ്സ് അപ്പ് റൈറ്റ് ആൻഡ് സ്ലാൻഡഡ് പിക്ചേഴ്സ്, അതായത് നേരെ കുത്തനെയുള്ള ചില ചിത്രങ്ങളും അതേപോലെ തന്നെ ചെരിഞ്ഞു കിടക്കുന്ന ചില ചിത്രങ്ങളുമാണ് ടീച്ചർ കാണിച്ചത്. അവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 20, the Tower of Pisa, then so many coconut trees, upright and slanted, ചെരിഞ്ഞതും കുത്തനെയുമുള്ള ധാരാളം തെങ്ങുകളെ കാണിക്കുന്നുണ്ട്. upright ഇലക്ട്രിക്കൽ പോസ്റ്റ്, ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് കാണിക്കുന്നുണ്ട്. ദെൻ സ്ലാൻഡഡ് അനദർ പിക്ചർ. ഇങ്ങനെ ചെരിഞ്ഞതും കുത്തനെയുമുള്ള അപ്രൈറ്റ് ആൻഡ് സ്ലാൻഡഡ് ആയിട്ടുള്ള കുറെ പിക്ചറുകൾ കാണിച്ചു. ഇൻ പേജ് നമ്പർ 21 we can see 4 sides the heading. Then there are 8 quadrilateral എന്ന് പറഞ്ഞാൽ ചതുർഭുജങ്ങൾ, 8 quadrilateral, and then complete a table. We can complete the table. Listen here. ഈ പേജിൽ 8 ചതുർഭുജങ്ങളെയാണ് നമുക്ക് വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ചതുർഭുജങ്ങളിൽ in this quadrilateral the sides upright, some sides are slanted, some sides upright നേരെ കുത്തനെ, some sides are slanted ചെരിഞ്ഞിട്ടാണ്. അതായത് 8 ചതുർഭുജങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ചില വശങ്ങൾ കുത്തനെയാണ്, ചില വശങ്ങൾ ചെരിഞ്ഞിട്ടാണ്. ഇങ്ങനെ കുത്തനെയും ചെരിഞ്ഞിട്ടുമുള്ള, അല്ലെങ്കിൽ there are 4 sides and there are 4 corners, അങ്ങനെയുള്ള 4 വശങ്ങളും 4 മൂലകളുമുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഇത്തരം പിക്ചേഴ്സിന്, ചിത്രങ്ങൾക്ക് പറയുന്ന പേരാണ് ക്വാഡ്രിലേറ്ററൽ, എന്നാൽ ചതുർഭുജം. എന്നാൽ ഈ 4 വശങ്ങളും 4 സൈഡ്സ് ആൻഡ് 4 കോർണേഴ്സ്, ഈ 4 വശങ്ങളും 4 കോണുകളും അതൊരു പ്രത്യേക രൂപത്തിൽ, അല്ലെങ്കിൽ വശങ്ങൾ തുല്യവും, ഈക്വൽ സൈഡ്സ്, ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആൻഡ് ഈക്വൽ, ആൻഡ് ദി കോർണേഴ്സ് ആർ അപ്രൈറ്റ് ഒക്കെ ഓർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ സെറ്റ് സ്ക്വയർ രൂപത്തിലുള്ള മൂലകളാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് റെക്റ്റാങ്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയാം. അതായത് ഈ 4 വശങ്ങളും 4 മൂലകളുമുള്ള ഇത്തരം പിക്ചേഴ്സിനെ, ചിത്രങ്ങളെ നമുക്ക് ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജങ്ങൾ, മലയാളത്തിൽ പറയുമ്പോൾ ചതുർഭുജങ്ങൾ എന്ന് പറയാം. ഈ ചതുർഭുജങ്ങളുടെ ഈ കോണുകൾ നമ്മളുടെ കൈവശമുള്ള സെറ്റ് സ്ക്വയർ, 2 സെറ്റ് സ്ക്വയർ ഇൻ അവർ ജോമെട്രിക്കൽ ബോക്സ്, ഈ സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി കോർണർ, ഈ കോർണറിന് തുല്യമായ മൂലകളാണ് ഒരു ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജത്തിനെങ്കിൽ അതിനെ നമുക്ക് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ കാണുന്ന 8 ചതുർഭുജങ്ങളും അവയുടെ പ്രത്യേകതകൾ ഈ പട്ടികയിൽ എഴുതി പൂരിപ്പിക്കാനാണ് നമ്മളോട് പറയുന്നത്. യു റൈറ്റ് and complete the table
with the help of 8 quadrilateral. ഓക്കെ, ഈ 8 ചതുർഭുജങ്ങളും പരിശോധിച്ച് നിങ്ങൾ ഈ പട്ടിക പൂരിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ വർക്ക്. ഇനി നോക്കുക, വിത്ത് ദി ഹെൽപ്പ് ഓഫ് അവർ സെറ്റ് സ്ക്വയർ. ഈ സെറ്റ് സ്ക്വയറിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ എക്സാമിൻ ദി 8 ക്വാഡ്രിലേറ്ററൽ, നമുക്ക് ഈ സെറ്റ് സ്ക്വയറിൻ്റെ സഹായത്തോടു കൂടി 8 ചതുർഭുജങ്ങളും നമുക്ക് പരിശോധിച്ച് നോക്കാം. എവിടെയാണ് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക നിങ്ങൾക്കറിയോ? എവിടെയാണത് ഉപയോഗിക്കാറുള്ളത്? ഈ മട്ടത്തിൻ്റെ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറിൻ്റെ ഉപയോഗം എവിടെയാണുള്ളത്? പറയാൻ പറ്റുമോ? ഓക്കെ, വി ബിൽറ്റ് എ വുഡൻ ബോക്സ്. നമ്മളൊരു ചതുരപ്പെട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കോർണറുകൾ, മൂലകൾ കൃത്യമാണോ എന്നറിയാൻ വി യൂസ് ദി സെറ്റ് സ്ക്വയർ. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദ സെറ്റ് സ്ക്വയർ വി ബിൽറ്റ് എ വുഡൻ ബോക്സ്. അതിൻ്റെ മൂലകൾ അറിയാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് സെറ്റ് സ്ക്വയർ. ദെൻ അതുപോലെ തന്നെ ഒരു ചതുരപ്പലക, ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ചതുരപ്പലക നിർമ്മിക്കാൻ, അതല്ലെങ്കിൽ വി ബിൽറ്റ് എ പില്ലർ, ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പില്ലർ കൃത്യമായ അതിൻ്റെ മൂലകൾ ശരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ടു ബിൽഡ് എ പില്ലർ ഓഫ് എ ബിൽഡിംഗ് ഓർ എ ഹൗസ്, ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെയോ പില്ലർ ശരിയാക്കാൻ, അതിൻ്റെ കോർണർ ശരിയാക്കാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ മട്ടം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ദ യൂസ് ഓഫ് സെറ്റ് സ്ക്വയർ, ഒരു സെറ്റ് സ്ക്വയറിൻ്റെ ഉപയോഗമാണ് ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഈ ഒന്നാമത്തെ പേജിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് സ്ലാൻഡഡ് ആയിട്ടുള്ള, അപ്രൈറ്റ് ആയിട്ടുള്ള വശങ്ങൾ ഈ സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കൂ, ഒന്നാമത്തെ കോർണർ നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ, നോക്കൂ, ഈ കോർണർ ഇവിടെ വെക്കുമ്പോൾ താഴെ കണ്ടോ, ഈ കോർണർ ഇവിടെ കൃത്യമാണ്, കണ്ടല്ലോ. ദെൻ അനദർ സൈഡ്, അടുത്ത സൈഡ് നമ്മൾ വെക്കുകയാണെങ്കിൽ കോർണർ ഇവിടെ കൃത്യമല്ലല്ലോ, അല്ല. അപ്പോൾ ഓരോ ക്വാഡ്രിലേറ്ററിലും അതേപോലെ തന്നെ റെക്റ്റാങ്കിളും, നമ്മൾ റെക്റ്റാങ്കിളാണോ ക്വാഡ്രിലേറ്ററിലാണോ ചതുർഭുജമാണോ അതല്ലെങ്കിൽ ചതുരമാണോ പരിശോധിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് ഇതൊന്ന് നോക്കാം. നോക്കൂ, ഓക്കെ, കൃത്യമാണ് അല്ലേ? എന്നാൽ തിരിച്ചിവിടെ വെക്കുകയാണെങ്കിലോ, ആണോ? അല്ല. അപ്പോൾ ഇതൊരു ചതുരമല്ല, പിന്നെന്താണ്? ഒരു ചതുർഭുജമാണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ ബട്ട് ഇറ്റ് ഈസ് എ ക്വാഡ്രിലേറ്ററൽ. ദെൻ ലിസൺ ഹിയർ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ, ദിസ് ഈസ് എ സ്ക്വയർ. അതായത് വാട്ട് ഈസ് എ സ്ക്വയർ? ദി സ്ക്വയർ ഈസ് the square a square has 4 corners and 4 sides. The opposite sides of a square is equal and the 4 corners are the set square corner. അതായത് ഒരു ചതുരത്തിൻ്റെ 4 വശങ്ങൾ തുല്യമായിരിക്കും, അതായത് അതിൻ്റെ എതിർ വശങ്ങൾ തുല്യമായിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ കോർണറുകൾ, മട്ടമൂലകൾ അല്ലെങ്കിൽ 90 ഡിഗ്രി കോർണർ ആയിരിക്കും ഒരു ചതുരത്തിൻ്റെത്. എന്നാൽ ഒരു ചതുർഭുജത്തിൻ്റെത് 4 വശങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ മൂലകൾ ഉണ്ടാകും, പക്ഷെ അതെന്തായിരിക്കില്ല, മട്ടമൂലകൾ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറിൻ്റെ കൃത്യമായ മൂലകൾ ആയിരിക്കില്ല. അപ്പോൾ ഓൾ ദി സ്ക്വയർ ഈസ് quadrilateral but all the quadrilateral is not square. എന്ന് പറഞ്ഞാൽ എല്ലാ ചതുരങ്ങളും ചതുർഭുജങ്ങളാണ്, എന്നാൽ എല്ലാ ചതുർഭുജങ്ങളും എന്തല്ല, ചതുരങ്ങളല്ല. അപ്പോൾ ഇൻ ദിസ് ക്ലാസ്
ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക, സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ, ഈ പിക്ചേഴ്സ് ഞങ്ങൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ സെറ്റ് സ്ക്വയർ, ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇത് സ്ലാൻഡഡും അപ്രൈറ്റും കണ്ടെത്തിയിട്ട് ഈ പട്ടികയിൽ നമ്മൾ പൂരിപ്പിച്ച് എഴുതണം. ദെൻ അനദർ മറ്റൊരു കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ട്രയാങ്കിൾ, സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ, അതുപോലെ പെൻഡഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ. What is triangle? Triangle is a triangle has 3 sides and 3 corners. Triangle എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ത്രികോണം. എന്താണ് ത്രികോണം? അതിന് 3 വശങ്ങളും 3 കോണുകളും ഉണ്ടായിരിക്കും. A triangle has 3 sides and 3 corners. Then a square or a rectangle. What is rectangle? A rectangle has 4 sides and 4 corners. അതായത് ഒരു ചതുരത്തിന് 4 വശങ്ങളും 4 മൂലകളും ഉണ്ടായിരിക്കും. ആ മൂലകളൊക്കെ മട്ടമൂലകൾ ആയിരിക്കും. Then another one, pentagon. What is pentagon? A pentagon has 5 sides and 5 corners. അതായത് പഞ്ചഭുജം, 5 വശങ്ങളുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പിക്ചർ, അതാണ് പെൻഡഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം. അതിന് 5 വശങ്ങളും 5 മൂലകളും ഉണ്ടായിരിക്കും. ദെൻ ഹെക്സഗൺ. വാട്ട് ഈസ് എ ഹെക്സഗൺ? എ ഹെക്സഗൺ ഹാസ് 6 sides and 6 corners. 6 വശങ്ങളും 6 മൂലകളുമുള്ള ഒന്നാണ് ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ. Then 7 വശങ്ങളും 7 കോർണറുകളും, 7 sides and 7 corners, that is septagon. Then 8 sides and 8 corners has a picture, that is octagon. എന്നാൽ ത്രികോണം ട്രയാങ്കിൾ, ചതുരം റെക്റ്റാങ്കിൾ, പഞ്ചഭുജം പെൻഡഗൺ, ഷഡ്ഭുജം ഹെക്സഗൺ, സപ്തഭുജം സെപ്റ്റഗൺ, അഷ്ടഭുജം octagon. Okay, then triangle has 3 sides and 3 corners. Square or a rectangle has 4 sides and 4 corners. There is a condition, the 4 corners are right angle. ഈ 4 മൂലകളും റൈറ്റ് ആംഗിൾ ആയെങ്കിലേ, അതല്ലെങ്കിൽ ഈ പിന്നെ മട്ടത്തിൻ്റെ സെറ്റ് സ്ക്വയറിൻ്റെ ഇതാണ് റൈറ്റ് ആംഗിൾ, 90 ഡിഗ്രി കോൺ, മട്ട കോൺ. ഇതായിരിക്കണം ഒരു ചതുരത്തിൻ്റെ 4 മൂലകൾ. ഇതല്ലെങ്കിൽ ദാറ്റ് ഈസ് ക്വാഡ്രാറ്ററൽ, അത് ചതുർഭുജമായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചതുരത്തിൻ്റെ 4 മൂലകളും കൃത്യമായ റൈറ്റ് ആംഗിൾ മട്ട കോണാണെങ്കിൽ അത് ചതുരമാണ്, അതല്ലെങ്കിൽ അത് ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജമാണ്. അപ്പോൾ ദെൻ പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ പെൻഡഗൺ has 5 sides and 5 corners, and hexagon ഷഡ്ഭുജം 6 corners and 6 sides. Then septagon 7 സപ്തഭുജം, മലയാളത്തിൽ 7 വശങ്ങളും 7 കോർണറുകളും 7 മൂലകൾ, 7 sides and 7 corners. And octagon അഷ്ടഭുജം, 8 വശങ്ങൾ, 8 sides and 8 corners. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പാഠത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത്. അതായത് ഈ പിന്നെ ഭുജങ്ങൾക്ക് അനുസരിച്ചുള്ള ഈ ത്രികോണം, ചതുരം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, അല്ലേ? ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, അതേപോലെ തന്നെ പെൻഡഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ. ഇത് ഏതൊക്കെയാണെന്ന് നമുക്കറിയണം, അതിൻ്റെ പേരറിയണം, അതിൻ്റെ സ്പെഷ്യാലിറ്റി, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് പിക്ചേഴ്സ്, ഇത് നമുക്കറിയണം. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് മറ്റൊന്ന് പറഞ്ഞത് ദി യൂസ് ഓഫ് സെറ്റ് സ്ക്വയർ, ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഈ 4 സൈഡ്സ്,
ഈ പിക്ചറിൻ്റെ സഹായത്തോടു കൂടി യു ഡ്രോ ദ ടേബിൾ ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നോട്ട്ബുക്കിൽ ഈ പട്ടിക വരയ്ക്കണം, എന്നിട്ടിത് കംപ്ലീറ്റ് ചെയ്യണം. ഇതെനിക്കിപ്പോൾ അയച്ചു തരേണ്ടതില്ല, നമ്മുടെ നോട്ട് നോക്കാനുള്ള സൗകര്യം അടുത്ത് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം, മറ്റത് ഒന്നിച്ച് ആരും അയച്ചു തരേണ്ടതില്ല. അതേപോലെ തന്നെ ഈ പിക്ചറുകൾ നിങ്ങൾ പരിചയപ്പെടുക, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഓരോന്നും നിങ്ങൾ വരച്ച് വെക്കണം. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്, യു ഹാവ് എനി ഡൗട്ട്സ്, പ്ലീസ് യു കാൾ മീ ആൻഡ് ആസ്ക് മീ വാട്ട് ഈസ് യുവർ ഡൗട്ട്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഐ വിൽ ഗീവ് യു ദി റൈറ്റ് ആൻസേഴ്സ്. ഓരോന്നിനും വ്യക്തമായ ഉത്തരങ്ങൾ, വ്യക്തമായ ആൻസറുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്